ആവശ്യത്തിന് ആ പയ്യന് കയറി ഡിസ്മിസ് ചെയ്താ മാസം കിട്ടുന്ന 10-25 രൂപയാണ് നഷ്ടം. പ്രിൻസിപ്പാളെന്ന് കരുതിയിട്ട് എന്ത് വിവരത്തോടെ കൂടി ചെയ്യാന്നോ? മാസാമാസം ശമ്പളം ചോദിക്കുമ്പോ കൈമലർത്തി കാണിച്ച് ഞങ്ങൾ ഇട്ടോട് പോകും. തലയോട് പോ. ഓ, നിന്റെ ഒക്കെ ക്ലാസ്സിന് പിന്നെ ഗുണം കൊണ്ടാ കോളേജ് ഈ പരുവത്തിലായത്. കോളേജ് കോളേജ് ഇന്നില്ല, ഇന്ന് വേണം. നാളെ ആവട്ടെ. രാത്രി ഉണ്ണാനുള്ള കാശെങ്കിലും എന്താ? ഉണ്ണണ്ട, ഉച്ചയ്ക്ക് മിഷ്ടാനം ഉണ്ടില്ലേ, അത് മതി. എന്റെ ഉച്ച ഊണായി ഈ കാണുന്നത്. ഇതിനേക്കാൾ നല്ല വില തോട്ടി പഠിക്കും പോകുന്നതാ. ആ, അതിനേ കൊള്ളത്തുള്ളൂ. അതാക്കോ ഞാൻ മോഹൻദാസാ, എന്താടോ? അയ്യോ, അച്ഛനായിരുന്നു. അച്ഛൻ ഇവിടെ. നീ എന്തിനാ ഓടിയത്? ഞാൻ വിചാരിച്ചു. എന്ത് വിചാരിച്ചു? എന്താ വിചാരിച്ചു? ആ, നിന്റെ വിചാരമൊക്കെ മനസ്സിലിരിക്കട്ടെ. ഇവിടുന്ന് സാധനങ്ങൾ വല്ല എടുക്കാണ്ടെങ്കിൽ എടുത്തുകൊണ്ട് ഓടിവാ. നമുക്ക് ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങണം. എന്നിട്ട് എങ്ങോട്ടാ? എന്റെ മുൻ പിള്ളേരെ പഠിപ്പിച്ച് വായില വെള്ളം പറ്റിച്ചതൊക്കെ മതി. തോക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്തെന്ന് നിന്റെ അമ്മ പറഞ്ഞു. പക്ഷെ നിന്നെ ഞാൻ പാസ്സാക്കിയിട്ടുണ്ട്. അടുത്ത ആഴ്ച ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യാനുള്ള കത്തും വന്നിട്ടുണ്ട്. ആ, ഞാൻ അറിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ വീട്ടിലോട്ട് വരാഞ്ഞ്. അതുകൊണ്ടാണല്ലോ ഞാൻ ലോഡ്ജിലേക്ക് വന്നത്. എനിക്കിപ്പോ തൽക്കാലം സബ് ഇൻസ്പെക്ടർ ആകണ്ട. തൽക്കാലം ഇൻസ്പെക്ടർ ആവാൻ ഒക്കെയല്ല, ട്രെയിനിങ് കഴിയാതെ. അത് ഞാൻ ട്രെയിനിങ്ങിന് പോകുന്നില്ലല്ലോ. പോകുന്നുണ്ടല്ലോ. മര്യാദയ്ക്ക് എന്റെ കൂടെ വരുന്നത് നിനക്ക് നല്ലത്. എന്താ നിന്റെ വിചാരം? കഷ്ടപ്പെട്ട് നിന്നെ എം എ വരെ പഠിപ്പിച്ചത് ഈ തല്ലിപ്പൊളി തൂട്ടോളിൽ കിടന്ന് ജീവിതം നശിപ്പിക്കാനല്ല. ഒരു എസ് ഐയുടെ ശമ്പള സ്കെയിൽ എന്താണെന്ന് നിനക്കറിയാമോ? വിഡ്ഢി. ആ, ശമ്പള സ്കെയിലിന്റെ പ്രശ്നമാണെങ്കിലേ അടുത്ത മാസം മുതൽ 3000 രൂപ തരാൻ നിന്നോട് പ്രിൻസിപ്പൽ പറഞ്ഞിട്ടുണ്ട്. ആ, ഈ പറഞ്ഞതേ നിന്നെപ്പോലെ ഒരു വിഡ്ഢി നിന്റെ വീട്ടിലിരിപ്പുണ്ടല്ലോ, നിന്റെ തള്ള, അവള് വിശ്വസിക്കും. 3000 ഉളുവ പോലും. ഞാൻ വന്ന് കണ്ടല്ലേ നിന്റെ ഊട്ടോറിയല്ലേ? നീ വരുന്നുണ്ടോ? ഞാൻ വരുന്നില്ല. വേടാ, ആ, നിന്നെ കൊണ്ടുപോകാമെന്ന് നോക്കട്ടെ. വെട്ടി പ്രമാണം ഒന്നും വേണ്ട. അയ്യോ, കൈവളച്ചോ ആളുകളാണ് അച്ഛാ. അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ വരാം അച്ഛാ. പക്ഷെ എന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഈ മുറിയിനകത്താണല്ലോ. അയ്യോ, എടാ, ഒരു ഭീരു 1000 തവണ മരിക്കും. ധീരൻ ഒറ്റ മരണമേ ഉള്ളൂ. പോലീസ് ഡിപ്പാർട്ട്മെന്റ് അപകടം പിടിച്ചാണെന്നല്ലേ നിന്റെ പേടി? പേടിയോ? ഞാൻ നിന്നെ കാണാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി മോനെ. ഓടരുത്, എനിക്ക് ഓടാൻ വയ്യ, ഞാൻ വയസ്സായതാ. അവിടെ നിക്ക, ഓടി വരുന്ന കയ്യും കാലും ഒന്നും ഓടിക്കരുത് ഞാൻ പറഞ്ഞേക്കാം. മോഹൻദാസാ, മോഹൻദാസ്, എടാ അവിടെ നിക്ക, എനിക്ക് ഓടാൻ വയ്യ വയസ്സുകാലത്ത്. എടാ, ചെറുപ്പത്തിലായിരുന്നെങ്കിൽ നിന്നെക്കാൾ എംപ്രദവന്മാരെ ഞാൻ പിടിച്ചിട്ടുള്ളതാ. മോഹൻദാസാ, എടാ, അതെ എന്നെ വെറുതെ വയസ്സുകാലത്ത് ഓടിക്കരുത് ഞാൻ പറഞ്ഞേക്കാം. മോഹൻദാസ്, മോഹൻദാസാ, മോഹൻദാസാ. എന്നാ പിന്നെ നിങ്ങൾ നടന്നു. ഈ പിള്ളേരുടെ കയ്യിൽ നിന്ന് ഫീസ് വാങ്ങിച്ചിട്ട് വാടക കൊടുക്കാമെന്ന് തോന്നുന്നില്ല. ഞാൻ പോയി വല്ലവന്റെ പാക്കിട്ട് തപ്പട്ടെ. നല്ലതാ. തപ്പുമ്പോ ഇച്ചിരി കൂടുതൽ തപ്പിക്കോ. ഒന്ന് വൃത്തിയായി വെള്ളം അടിച്ചിട്ട് മാസം രണ്ടായി. അപ്പൊ നാളെ കാണാം. പ്രിൻസിപ്പൽ സാറേ ഒന്നാ അവിടെ നിൽക്കണേ. ഒരു കാര്യം പറയാനുണ്ട്. വീട്ടിൽ പോയി കണ്ടില്ല, കോളേജിൽ പോയി കണ്ടില്ല. എനിക്ക് എന്റെ മോനെ സബ് ഇൻസ്പെക്ടർ ആക്കണം. നിങ്ങളായിട്ട് അതിന് തടസ്സം നിൽക്കരുത്. നാളെ അവൻ ട്യൂട്ടോറിൽ വന്നു കഴിയുമ്പോൾ ജോലിയില്ലെന്ന് പറഞ്ഞ് വിട്ടേക്കണം. പേടിച്ചു തൂറിയ ഇൻസ്പെക്ടർ ആക്കാൻ തന്നോട് അഭിപ്രായം ചോദിച്ചില്ലല്ലോ. അല്ല, ഞാനൊരു അഭിപ്രായം പറഞ്ഞെന്നുള്ളൂ. ട്രെയിനിങ്ങിന് സെലക്ഷൻ കിട്ടിയെന്ന് അറിഞ്ഞപ്പോ ഒരൊറ്റ ഞെട്ടിലാ അധീരൻ. കത്തിക്കുത്ത് കൊലപാതകം എന്നൊക്കെ വല്ലവരും പറയുന്ന കേട്ടാ മതി. ഇഷ്ടം അപ്പം മുത്രമൊഴിക്കും. പോവാ. ഇനി അവനെ കോളേജിൽ കയറ്റരുത്. ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. അല്ല, അതിപ്പോ ഞാൻ പറയുന്നു. അല്ല, ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, അതിനുള്ള പണി ഞാൻ നോക്കിക്കോളാം. ക്ലാസ് മുറിയിൽ വന്ന എല്ലാ കുട്ടികളുടെ മുമ്പിൽ വെച്ച് അവന്റെ കരണക്കുറ്റി കടിഞ്ഞ് ഞാൻ പിടിച്ചോണ്ടു. അതിന് തടസ്സം നിന്നാൽ എല്ലാത്തിനും ഞാൻ ചീത്ത വിളിച്ച് നാറ്റിക്കും. അതിനൊന്നും ഇടവരുത്താതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. എന്റെ ക്ലാസ് മോശമാണെങ്കിൽ അത് പറ, സ്വഭാവം ചീത്താണെങ്കിൽ അത് പറ. ഇതൊരുമാതിരി. മോഹൻദാസേ, സ്ഥാപനത്തിനൊരു നല്ല പേരുണ്ടാക്കി ഇതൊന്ന് വിപുലീകരിച്ച് ഒരു നേരമെങ്കിലും കഞ്ഞിവെള്ളം കുടിച്ച് ജീവിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഇവിടെ വെച്ച് തല്ലും പിടിയും ഉണ്ടായാൽ സ്ഥിതി എന്താവും? ക്ലാസ്സിലൊന്നും കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളേരില്ലാത്തതുകൊണ്ട് വിദ്യാർത്ഥി സുഹൃത്തുക്കൾ പലരും പിന്മാറിപ്പോകുന്ന അറിയാമല്ലോ. ഈ അടിപിടി കൂടി ആയാൽ
ഇപ്പോഴുള്ള പെമ്പിളും കൂടി വരാതെയോ അതോടെ കച്ചവടം മതിയേക്ക് കട അടയ്ക്കേണ്ടി വരും. ഇത്രയും നല്ലൊരു അവസരം ആരെങ്കിലും കളയോ മാഷെ? ഇവരൊക്കെ പറയുന്ന കേട്ടു മാഷിന് പേടിയാണെന്ന്. നേരാണോ? ഏയ്, എനിക്ക് പേടിയൊന്നുമില്ല. പിന്നെന്താ പ്രശ്നം? പ്രശ്നം അത് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ അഹിംസ ഉണ്ടല്ലോ, ആരെയും തല്ലുന്നും കൊല്ലുന്നൊന്നും എനിക്കിഷ്ടമല്ല. അഹിംസ. അതെ, സത്യമായിട്ടും ഞാനൊരു അഹിംസാവാദിയാ. അപ്പൊ ഒരു കാര്യം ചെയ്യും, മാസ് പൊക്കോളൂ. ഏതെങ്കിലും കളവ് കേസിൽപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ വരുമ്പോ അവിടെ വെച്ച് കാണാം. നിങ്ങളെയൊക്കെ ഇത്ര പെട്ടെന്ന് വിട്ടിട്ട് പോകാൻ എനിക്ക് സാധിക്കുന്നില്ല മാസച്ച മാഷെ, സുധാകരൻ മാഷെ, മാഷേ, മൂന്നം മാഷെ. നിന്റെ ഈ തട്ടിപ്പ് സെന്റിമെന്റ്സ് ഒന്നും വേണ്ട, പോയി രക്ഷപ്പെടാൻ നോക്കും. അപ്പോഴേ ഞങ്ങൾ ക്ലാസ് തുടങ്ങാം. മാസ്റ്റർ ചെന്നാട്ടെ. അപ്പൊ രക്ഷയില്ലേ? ഇല്ല ഇല്ല ഇല്ല. ദേവയാനി ടീച്ചറെ, അറിഞ്ഞോ അറിയാതെയോ നിങ്ങളോട് വല്ല തെറ്റും ഞാൻ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. മാഷ് ഇതുവരെ തെറ്റൊന്നും ചെയ്തായി ഓർക്കുന്നില്ല. ഇല്ലേ? ഇല്ല. എന്നാ ഞാൻ പോട്ടെ. ട്രെയിനിങ്ങിന് പോകുന്നു, അതോ ഗാന്ധിജിയുടെ അഹിംസാവാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു? അത് പിന്നെ ഈ മാത്തച്ഛൻ മാഷയും മറ്റും വിചാരം ഞാൻ കള്ളം പറയുന്നതെന്നാ. സത്യമായിട്ടല്ല ടീച്ചറെ. ഈ ചെറുപ്പം മുതലേ ഒരുപാട് ഗാന്ധി സാഹിത്യമൊക്കെ വായിച്ച് ഞാൻ വല്ലാത്തൊരു അഹിംസാവാദിയായി പോയതാ. എങ്കിൽ പിന്നെ ഗാന്ധിജിയെ പോലെ ഒറ്റത്തോർത്ത് ഊന്നുവടിയൊക്കെ ആവാലോ. ഏയ്, എനിക്ക് അതിനൊക്കെ പ്രായമൊന്നും ആയിട്ടില്ല. മാഷിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ കയ്യിൽ കിട്ടിയ ഭാഗ്യം തട്ടിക്കളയുമായിരുന്നില്ല. മാഷക്കറിയോ, ഹോസ്റ്റലിലെ വാടക കൊടുത്തിട്ട് 2 മാസമായി. ഞാൻ വല്ലത് അയച്ചു കൊടുത്തിട്ട് വേണം ഇല്ലത്തെ അടുപ്പിൽ തീ പൂട്ടാൻ. വേറെ ഒരു മാർഗം ഇല്ലാത്തത് കൊണ്ടാ ഈ നശിച്ച ട്യൂട്ടോറിയൽ കാലം കഴിക്കുന്നത്. മാഷെങ്കിലും രക്ഷപ്പെടാൻ നോക്ക്. ഇല്ലത്തെ ആരൊക്കെയുണ്ട്? അച്ഛനും ഒരനിയനും. അമ്മയില്ല. ഐ എം സോറി. ടീച്ചർ ഒരു പ്രാരാബ്ധക്കാരിയാണെന്ന് കണ്ടപ്പോ തോന്നിയില്ല. പറയാൻ കാരണം മറ്റൊന്നുമല്ല, നമുക്കൊക്കെ രക്ഷപ്പെടാൻ ചിലപ്പോൾ ജീവിതത്തിൽ ഒരു ചാൻസ് കിട്ടിയെന്ന് വരും. ഇതങ്ങനെ ഒരു സന്ദർഭമാണെന്ന് കരുതിക്കോളൂ. ബെസ്റ്റ് ഓഫ് ലക്ക്. ഈ രാത്രിയിൽ ഒറ്റയ്ക്ക് വരാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു മോനെ? പഠിക്കൽ വരെ മൂത്തടുത്ത രാമേട്ടുണ്ടായിരുന്നു. അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചത്? രാത്രിയിൽ ഞാൻ ഒറ്റയ്ക്ക് വന്ന് എന്നെ ആരെങ്കിലും പിടിച്ച് വിഴുങ്ങോ? ഇന്ന് എത്ര കാലം കൊണ്ട് ഞാൻ കാണുന്നു മോനെ. അമ്മ എന്ത് കണ്ടു? ഒരു കുന്തവും കണ്ടിട്ടില്ല. അത് ശരി, നീ വല്ലതും കഴിച്ചോ? എനിക്കൊന്നും വേണ്ട. എന്റെ ജോലി പോയമ്മേ. സന്തോഷം. സന്തോഷം? സ്വന്തം മകന്റെ ജോലി പോയ സന്തോഷിക്കാ വേണ്ടത്. ഇങ്ങനെ അമ്മയെ ഞാനും കണ്ടിട്ടില്ല. ഇപ്പൊ കണ്ടില്ലേ, ഒരു വലിയ കോളേജ് അധ്യാപകൻ. നീ അവിടെ പട്ടിണി കിടക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞു. ആർക്ക് വേണ്ടിയടാ ഈ ത്യാഗമൊക്കെ? നിന്റെ ഭാര്യയും മക്കളെയും പോറ്റാനോ? അത് ശരി. അപ്പൊ അമ്മയെ ഇപ്പൊ ശത്രുപക്ഷത്താണല്ലേ? സ്വപ്നം കണ്ടിട്ടിരുന്നാ മതി. ഓ, സബ് ഇൻസ്പെക്ടറുടെ അമ്മയാകാൻ എന്തോ കൊതിയാണെന്നറിയോ? അയ്യടാ, പോലീസ് പണിക്ക് നീ കൊള്ളത്തില്ലെന്നും നീ പേടിത്തൊണ്ടനാണെന്നും എനിക്ക് അറിഞ്ഞൂടെ? നിന്റെ അച്ഛനെ പോലെ എനിക്ക് തലയ്ക്ക് വട്ടൊന്നുമില്ല. അമ്മേ, എന്നെ പേടിത്തൊണ്ടെന്ന് വിളിക്കുന്നത് മാത്രം എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് കുറച്ച് അഹിംസവാദം ഉണ്ട്, അത് ഞാൻ സമ്മതിച്ചു. അല്ലാതെ പേടിയൊന്നുമില്ല. അമ്മ ബെറ്റ് വെക്കുന്നു, ഈ ഇരുട്ടത്ത് ഞാൻ ഒറ്റയ്ക്ക് ഈ വീടിന്റെ പടിക്ക് പോയി നിൽക്കുന്ന അമ്മയ്ക്ക് കാണണം. അയ്യോ, അങ്ങനെ സാഹസങ്ങളൊന്നും കാണിച്ചു കളയരുതേ. അങ്ങനെ വഴിക്കുവാ. നിനക്ക് ചോറോ കഞ്ഞിയോ വല്ലതും വേണോ? എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നാ ചെന്നിരുന്ന് ഉറങ്ങാൻ നോക്ക്. എന്നെ കൊല്ലിക്കാൻ നടക്കുന്ന ആളെവിടെ? ആര്? എന്റെ ഫാദർ. ഊണ് കഴിഞ്ഞ് കത്തിക്കരി കിടന്ന് പോത്തിനെ പോലെ മുക്കറിയിടുന്നത്. ഇടട്ടെ ഇടട്ടെ, നല്ലോണം ഇടട്ടെ. അമ്മേ, അമ്മേ. എന്താ മോനെ? പല കള്ളന്മാരുമായിരിക്കും. പട്ടി വരയ്ക്കുന്നുണ്ടല്ലോ. പുറത്തിറങ്ങി നോക്ക്, എന്നിട്ട് കള്ളനെ നീ തന്നെ പിടിക്ക്. ഇങ്ങനെയുണ്ടോ മനുഷ്യനൊരു പേടി? പേടിയൊന്നുമില്ല എന്ന് വെച്ച് മനുഷ്യന് ഭയമില്ലാതിരിക്കോ?
ഇത് ഞാനാ നിന്റെ അച്ഛൻ. അച്ഛൻ കള്ളനല്ല, പോലീസല്ലേ? അതെ. ഞാൻ വിചാരിച്ചു. നീ എന്ത് വിചാരിച്ചു? എന്തോ വിചാരിച്ചു. എന്റെ പൊന്നു മോനെ, ഇനിയെങ്കിലും നീ നേരെ ചൊവ്വ എന്തെങ്കിലും വിചാരിക്കും. എടാ, 30 വർഷക്കാലം സർവീസിലിരുന്ന് സബ് ഇൻസ്പെക്ടർമാരുടെ ആട്ടും തുപ്പും കൊണ്ടവനാ ഞാൻ. എന്റെ മോനൊരു SI ആയി കണ്ടിട്ട് വേണം എനിക്ക് മരിക്കാൻ. നീ എന്തിനാ പേടിക്കണേ? എടാ, കാക്കിക്കുപ്പായി വിട്ടവരെ നാട്ടുകാർക്കാ പേടി. നീ യൂണിഫോം ഇട്ട് വന്നാൽ എന്ത് തലയെടുപ്പായിരിക്കും എന്നറിയാമോ? നീ ആരെയും കുത്തണ്ട, ആരെയും കൊല്ലണ്ട. നിന്നെയും ആരും ഒന്നും ചെയ്യാൻ പോകുന്നു. ശ്രമിച്ചാൽ നിനക്ക് IPS കിട്ടും. അങ്ങനെ കേറി 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 നിനക്കൊരു IG വരെ ആവാം മോനെ. ട്രെയിനിങ്ങിന് പോവില്ലേ? എന്റെ മോൻ അച്ഛന്റെ ആഗ്രഹം സാധിച്ചു തരൂല്ലേ മോനെ? മോൻ ട്രെയിനിങ്ങിന് പോവില്ലേ മോനെ? എന്റെ പൊന്നു മോനെ, എന്റെ പൊന്നു.